ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം അല്ലെ വന്നങ്ങ് പറയുവാന്നങ്ങ് പറയും. നിങ്ങൾ വിചാരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ കണ്ണീര് കൊണ്ട് തോർത്ത് കഴിയുവാ. അല്ല, ഞാൻ കരയുവാ. ഞാൻ സത്യമായിട്ട് ഞാൻ കരയുവാത്. സങ്കടം കൊണ്ട, വേദന കൊണ്ട കരയുക. അത് കണ്ണി കൈ കൊണ്ട. എനിക്കിത് വേണം. ഓ എന്ന് വെച്ചാ വന്നിരിക്കുന്നത് മൻസൂർ അലിഖാൻ. നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്തുപടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതല്. ഇന്നലെ വൈകുന്നേരം മുതലോ? എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് വല്ലോണ്ട് വാതുറന്ന് പറയേണ്ടി. എന്തോ കാര്യമെന്ന് പറ. ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി. എടി, പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എടി, കൈകെട്ടിരിക്കാതെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. എടി, എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ നിയമം ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ്. എന്തുപാടി നിന്റെ വിഷമം പറയാനെ കൊണ്ട്. ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ വിഷമം. അല്ല, പിന്നെന്ത് വന്നു? ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ, ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തലേ ഊരി പിടിച്ച് വിടല്ലേ പൊന്നെ. കാര്യം പറഞ്ഞു. എന്തിന് ഇങ്ങോട്ട് വന്നിരുന്നേ? ഇത് വന്ന് കാര്യം പറ. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു, രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ, അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് നിന്നേക്കണേ. ഞാനാന്ന് അവരങ്ങ് എഡിറ്റ് ചെയ്ത് കയറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നെണ്ണ. അത് കഴിഞ്ഞായിരുന്നു അവരുടെ ചായയും കടിയൊക്കെ വന്നത്. ആ, ചായയും കടിയും കിട്ടിയില്ല, അതിന്റെ വിഷമോ? പിന്നെന്തുവാ? ഞാനിങ്ങ വന്നല്ലോ. അന്നേരം ജലജ ഉണ്ടല്ലോ, രാജിയോട് പറയുവാന്നേ ഞാന് മിനി വഴക്കാളിയാന്ന്. വന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത്. ഞാൻ വഴക്കാളിയാന്നോ? നീ ഇത്രേ ഉള്ളൂ. നീ ചുമ്മാ പറയുന്നതല്ലേടി. അത് ചോദിക്കണം. ഞാനോ? ആരോട് ചോദിക്കാൻ? രാജിയോട്. ഞാൻ പോയി ചോദിക്കാനോ? എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു കിടക്കാൻ. ഞാൻ പോയി ചോദിക്കത്തില്ല. എന്നെ എങ്ങനെയൊന്ന് സമാധാനം. എനിക്ക് വയ്യ, ഞാൻ പോയി ചോദിക്കത്തില്ല. പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞോണ്ടാക്കാനെ കൊണ്ട്. വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്ക് അങ്ങ് തളരുവാന്നേ. ഇങ്ങോട്ട് നോക്കിയേ. നീ വഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത് വിട്. ഒരു ക്ഷീണമൊക്കെ ആ, മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തല്ലേ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ, അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ, ആ പൊൻകുടം വന്നി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ, നീ അതുപോലെ എനിക്ക് വയ്യ. അവിടെ എനിക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ല. എനിക്ക് അതൊക്കെ വിടം. നീ എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് ചെയ്യണം പറ. ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതെ വിടം. നീ എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് ചെയ്യണം പറ. ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതെ എടുത്തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് അയ്യോ, അണ്ണനെ പണിസ്ഥലത്ത് പോയി പറയണം. അണ്ണന്റെ ഭാര്യ കുഴിമടിച്ച് അണ്ണൻ ഒന്നും ചെയ്തു തരുന്നില്ലെന്നല്ലയോ? നേരം വെളുത്ത് അതെന്റെ ഫോണാ. എന്റെ ഫോൺ എടുത്ത്. ഞങ്ങളിവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുവായിരുന്നേ. എന്തായിരുന്നേ? ഏതാ? അയ്യോ, അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയെ കൊണ്ടുപോയി കൊടുത്തില്ല. അവർ കാര്യം ചെയ്യാം, അണ്ണ റോഡിലോട്ട് പോകാനിരിക്കുക. ഞാൻ അണ്ണന്റെ കൊടുത്തുവിടാം ബാങ്കിലോട്ട്. ആ, ശരി ശരി ശരി. അണ്ണാ ഇപ്പൊന്നുമില്ല. നീ പണിക്ക് വന്നാലേ നീ പൈസ തരത്തില്ല, എനിക്കറിയാം. മീനെ അകത്തുണ്ട്. പോയില്ലയോ? എടി, ഞാൻ സുരേഷിന്റെ ഓട്ടോ വിളിച്ച അവൻ വരും. അവനെ നോക്കിക്കോ. എന്താ നീ പനിയാന്നോ? എന്ത്? അല്ല, മുഖമൊക്കെ വീർത്തിരിക്കുന്നു. ഓ, നമുക്ക് പനിയൊന്നും അല്ല, പണിയാന്നേ. നീ അടുക്കള പോയി സഹായിക്കടാ. ഞങ്ങളുടെ അമ്മയെ ഞാൻ സഹായിക്കുന്ന പോലെ തിന്ന്. രണ്ടുപേർക്കും അത് കൊള്ളാം. എടാ, രണ്ടുപേർക്ക് ചെയ്യാനുള്ള പണിയൊന്നും ഇല്ല. നാടിയാരി ഇടണം, എന്തുമില്ല, ചമ്മന്തി ഉണ്ടാക്കണം. ഞങ്ങൾ രണ്ടുപേരിലും. ഓ, വീട്ടിലെ പണി നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങ് പറഞ്ഞങ്ങ് വെച്ചേക്കുമല്ലേ, അത് നമ്മളങ്ങ് ചെയ്തോളൂ. ഇതല്ല പിന്നെ നാട്ടുകാരുടെ ഓരോ പണി.
എന്താ മനസ്സിലായില്ല? നിനക്കെന്താ ജലജയില്ലേ? ജലജ ജലജ എന്ന് പറയുമ്പോ ആരാത്? അയ്യോ ഈ അണ്ണൻ ഈ നാട്ടുകാരനല്ലാത്ത പോലെ ചില സമയത്ത് ഈ അണ്ണനെ ജലജ ജലജ ആരുടെ ജലജ? സുദർശനന്റെ ഭാര്യ. ഓ കൃതാവിന്റെ ഇടയ്ക്ക് ചെവി കയറ്റി വെച്ചോക്കില്ലേ? ആ അവന്റെ ഭാര്യ അവിടെ ജലജ തന്നോ? ജലജന ജലജ ഉണ്ടല്ലോ, രാജിയില്ലേ ഉണ്ണ, സോമന്റെ ഭാര്യ. അവളോട് പറയുവാന്നേ ഞാൻ വഴക്കാളിയാ. മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? എന്താ മനസ്സിലാവാത്ത? അല്ല ഞാൻ 4 ദിവസം ഈ ബാംഗ്ലൂരിലായിരുന്നല്ലോ. ചെവിക്കകത്ത് കന്നഡയാ. കന്നഡ കുത്തണോ? അല്ല കന്നഡ കൊത്തണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, അങ്ങോട്ട് കത്ത് ചെയ്തത്. കത്തും നിനക്ക് പരിപാടി ഉണ്ടാക്കും. ജലജയില്ലേ? ജലജ രാജിയോട് പറയുന്നത് ഞാൻ വഴക്കാളിയാണെന്നല്ല. പോയി ചോദിക്കടാ. എന്തിന്? കൊച്ചിനെ അങ്ങനെ പറഞ്ഞെന്ന് നിനക്ക് തലയ്ക്ക് ഓളമല്ലോ ഉണ്ടോടാ? എന്താടാ? എടാ അവളുമാരും പണിസ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മയും പറയുന്ന കൂട്ടത്തിൽ ഈ ചുമ്മാതെ പറഞ്ഞതാ. ചുമ്മാതെ പറഞ്ഞതാ. എന്നെ എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്? 12 വർഷം കൊണ്ട് നിന്നെ കാണാൻ തുടങ്ങി ഈ കൊച്ചിനെ. ഒന്നിനെ പോയിട്ട് നീ ഞാനും കൂടെ ഈ കൊച്ചിനെ പെണ്ണ് കാണാൻ പോയത്. അതുകൊണ്ട് ഇവൻ പറഞ്ഞു ഈ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല കൊച്ചു ഞാനിവിടെ കെട്ടിച്ചത്, എന്തോ കുഴപ്പം, ഈ കൊച്ചു വഴക്കാളിയെന്ന് പറഞ്ഞോടാ.